Hi everyone, welcome to Chemistry Tips Education. Welcome to Chemistry Tips. Examination program for the month of July 2023 ആണ് നമ്മൾ നോക്കുന്നതെന്ന്. ഏകദേശം 167ഓളം പോസ്റ്റുകളുടെ എക്സാമുകളും അതിൻ്റെ സിലബസും PSC വിട്ടിട്ടുണ്ട്. സോ ടെക്നിക്കൽ എക്സാംസിനൊക്കെ വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. അതിൽ ബയോകെമിസ്ട്രിക്കാരുടെ എക്സാം ആയിട്ടുള്ള സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് എക്സാം 003/2022 എന്നുള്ള പോസ്റ്റിൻ്റെ എക്സാം ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. അതിൻ്റെ സിലബസും എക്സാം ഡീറ്റെയിൽസും നോക്കാം. 003/2022 എക്സാമിൻ്റെ പേര് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബയോകെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. പിന്നെ 11-ാം തീയതിയാണ് നടക്കുന്നത്. ജൂലൈ 11-നാണ് എക്സാം വരുന്നത്. കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി മെയ് 11-നാണ്. ജൂൺ 27 മുതൽ ഹാൾ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഓൺലൈൻ എക്സാം അല്ലെങ്കിൽ OMR എക്സാം ആയിരിക്കും. 100 മാർക്കാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇംഗ്ലീഷ് ആയിരിക്കും എക്സാമിൻ്റെ മോഡ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഡ്യൂറേഷൻ 1 hour and 30 minutes ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് 7441 7441 പേരാണ്. ഇവിടെ നമുക്ക് സിലബസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാമിൻ്റെ സിലബസ് കിട്ടും. ഈ എക്സാമിന് മൊത്തത്തിൽ 6 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഓരോന്നും 20 മാർക്ക്, പിന്നെ 15 മാർക്ക്, പിന്നെ 10 മാർക്ക്. ഈ ഒരു രീതിക്കാണ് ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നത്. 20 മാർക്കിൻ്റെ ഭാഗങ്ങൾ ടെക്നിക്സ് ഇൻ ബയോകെമിസ്ട്രിയും അതുപോലെ എൻസൈംസിൻ്റെ പോർഷൻ എൻസൈമോളജിയും 20 മാർക്സിന്, പിന്നെ ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയും വരുന്നുണ്ട് 20 മാർക്സിന്. അതുപോലെ 15 മാർക്കിന് വരുന്നത് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ, പിന്നെ GLP ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസ്, ഇതൊക്കെയാണ് 15 മാർക്കിന് വരുന്നത്. പിന്നെ മോളിക്കുലർ എൻഡോക്രൈനോളജി വരുന്നുണ്ട് 15 മാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ 10 മാർക്കിൻ്റെത് ഫാർമക്കോളജിയാണ്. ഫാർമക്കോളജീൻ്റെ ഒരു 10 മാർക്കിൻ്റെ എക്സാം കണ്ടൻറ്റ് കൂടി വരുന്നുണ്ട്. The first step towards achieving your dreams is having the right coach. Get the best education with Chemistry Tips Education and make your chemistry-based exam dreams come true. Download the app now. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബയോകെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 003/2022 100 മാർക്കിൻ്റെ എക്സാമാണ്. ആദ്യം വരുന്നത് ടെക്നിക്സ് ഇൻ ബയോകെമിസ്ട്രി. ഓക്കെ, ബയോകെമിസ്ട്രിയിൽ ടെക്നിക്സ് ആണ് വരുന്നത് 20 മാർക്സിനാണ്. പിന്നെ ഇതിൽ പറയുന്നത് മൈക്രോസ്കോപ്പി, ഇലക്ട്രോഫോറസിസ്, PCR ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്സ്, സ്പെക്ട്രോസ്കോപ്പി, NMR ആൻഡ് മാസ് സ്പെക്ട്രോമെട്രി, ക്രൊമാറ്റോഗ്രഫി. മൈക്രോസ്കോപ്പിയിലാണെങ്കിൽ ബേസിക് പ്രിൻസിപ്പൽസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോസ്കോപ്പി, ബ്രൈറ്റ് ഫീൽഡ് ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെൻസ് ആൻഡ് കോൺഫോക്കൽ മൈക്രോസ്കോപ്പി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്കാനിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി, ഹിസ്റ്റോപത്തോളജി, ഡെഫിനിഷൻ, ഫിക്സേഷൻ, ഡീകാൽസിഫിക്കേഷൻ, ടിഷ്യൂ പ്രോസസ്സിംഗ്, കട്ടിംഗ്, സ്റ്റെയിനിങ് ആൻഡ് അനാലിസിസ്. അപ്പോൾ മൈക്രോസ്കോപ്പിയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സ്ട്രാ വന്നിരിക്കുന്നത് ഹിസ്റ്റോപത്തോളജി കൂടെ ഈ മൈക്രോസ്കോപ്പിൽ തന്നെ ഇടുകയാണ്. ദെൻ വരുന്നത് ഇലക്ട്രോഫോറസിസ്, ബേസിക് പ്രിൻസിപ്പൽസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോഫോറസിസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോഫോറസിസ്, ഇലക്ട്രോഫോററ്റിക് ടെക്നിക്സ്. അതിലേതൊക്കെയാണ് അഗറോസ് ജെൽ, SDS പേജ്, കാപ്പിലറി, 2D ആൻഡ് പൾസ്ഡ് ഫീൽഡ്. ഇതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദെൻ PCR ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്സ്. അതിൽ വരുന്നത് DNA ആംപ്ലിഫിക്കേഷൻ ബൈ PCR. ഏതൊക്കെയാണ് കൺവെൻഷനലും നോക്കണം, അതുപോലെ RTയും നോക്കണം, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസും നോക്കണം. ദെൻ ഇൻവേഴ്സ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിയൽ ടൈം വരുന്നുണ്ട്, പിന്നെ നെസ്റ്റഡ്, മൾട്ടിപ്ലെക്സ് PCR, പിന്നെ പ്രൈമർ ഡിസൈനിങ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. അടുത്ത് വരുന്നത് സ്പെക്ട്രോസ്കോപ്പി, പ്രിൻസിപ്പൽ, കോൺസെപ്റ്റ് ഓഫ് അബ്സോർപ്ഷൻസ്, ട്രാൻസ്മിഷൻ, സ്കാറ്ററിംഗ്, ഫോസ്ഫോറസെൻസ്, ഫ്ലൂറസെൻസ്, ലൂമിനസെൻസ്, ഡിഫ്രാക്ഷൻ സ്പെക്ട്ര, പ്രിൻസിപ്പൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് UV, വിസിബിൾ ആൻഡ് IR സ്പെക്ട്രോസ്കോപ്പി, സ്പെക്ട്രോഫ്ലൂറിമെട്രി, ഫ്ലെയിം ഫോട്ടോമെട്രി, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോമെട്രി ആൻഡ് ലൂമിനോമെട്രി.
Next one, NMR and mass spectrometry, principle, instrumentation, working and application of nuclear magnetic resonance, electron spin resonance, mass spectrometry, GCMS, HPLC-MS, LC-MS bar MS, matrix assisted laser desorption or ionization, time of flight, mass spectroscopy, MALDI of MS, X-ray crystallography. Then chromatography ആണ് അതിലെ ബേസിക് പ്രിൻസിപ്പിൾസ് നോക്കുക. ഇൻസ്ട്രുമെൻറ്റേഷൻ, വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി, പേപ്പർ അബ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി, ദാറ്റ് ഈസ് അതിൽ നോക്കിയിട്ട് TLC, HPTLC, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളംസ്, അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി, ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, ഹൈ പ്രഷർ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് എൻസൈമോളജി. 20 മാർക്കിന് ആണ് എൻസൈമോളജിയിൽ നിന്ന് വരുന്നത്. നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്, എനർജി ഓഫ് ആക്ടിവേഷൻ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, എൻസൈം സ്പെസിഫിസിറ്റി, മെഷർമെൻറ്റ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് എൻസൈം ആക്ടിവിറ്റി, ഡെഫിനിഷൻ ഓഫ് യൂണിറ്റ്, ഇൻ്റർനാഷണൽ യൂണിറ്റ്, കട്ടാൽ, കോഎൻസൈംസ്, ക്ലാസിഫിക്കേഷൻ, വിറ്റമിൻ ആൻഡ് നോൺ വിറ്റമിൻ കോഎൻസൈംസ്, മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, ആക്റ്റീവ് സൈറ്റ്, മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, ജനറൽ ആസിഡ് ബേസ് കറ്റാലിസിസ്, covalent catalysis, proximity and orientation effects, role of metal ion in enzyme catalysis, mechanism of serine proteases, chymotrypsin lysozyme and ribonuclease. എൻസൈം കൈനറ്റിക്സ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ, പ്രോഗ്രസ് കർവ് ഫോർ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ വെലോസിറ്റി ഓഫ് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ, എൻസൈം കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, pH, ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആക്ടിവേറ്റേഴ്സ്, മൈക്കേലിസ് മെൻറ്റൻ ഇക്വേഷൻ, Km and Vmax values and their significance, Lineweaver-Burk plot and its physiological significance, enzyme inhibition, competitive, non-competitive, uncompetitive and mixed, allosteric and feedback inhibition with examples, suicide inhibition, dose response curves of enzyme inhibition, regulation of enzyme activity, covalent regulation, allosteric regulation, feedback regulation, multi-enzyme complex mechanism of action and regulation. Then നോക്കേണ്ടത് enzyme technology ആണ്. Isolation and purification of enzymes and criteria of purity, specific activity, industrial and therapeutic uses of enzymes, immobilization of enzymes and their applications, designer enzymes, abzymes, ribozymes, serum enzymes in health and disease diagnostic and therapeutic applications. Then മൂന്നാമത്തെ ഭാഗം വരുന്നത് QA, QC and GLP. 15 മാർക്കിനാണ്. Quality assurance, quality control and GLP എന്ന് പറയുന്നത് good laboratory practices. Okay, quality assurance, their functions and advantages, concept of quality, control quality standards, advantages and disadvantages, good laboratory practices, WHO guidelines on GLP and GMP, quality assurances in good laboratory practices. Then QA, QC in clinical laboratory നോക്കുക, quality assurance and quality control with reference to clinical laboratory, factors influencing quality, quality assurance cycle, pre-analytic, analytic and post-analytic, QC procedures, internal quality control and external quality control, types of errors, random error, systematic error, reasons for laboratory errors, quality system essentials, overview of statistics including calculation of mean, standard deviation and probability. Statistics വിട്ടുപോകരുത്, നന്നായിട്ട് തന്നെ നോക്കുക. Monitoring QC data, Levy-Jennings chart, Westgard rules, clinical audit of the laboratory, troubleshooting. ഇനി നാലാമത്തെ പോർഷൻ വരുന്നത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ആണ്. 20 മാർക്കിന്. ആദ്യം നോക്കേണ്ടത് സ്പെസിമെൻ കളക്ഷൻ ആൻഡ് ഓട്ടോമേഷൻ. അതിൽ വരുന്നത് സ്പെസിമെൻ കളക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ്, ബ്ലഡ് കളക്ഷൻ മെത്തേഡ്സ്, ആൻറ്റികോയാഗുലൻസ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കമ്പോസിഷൻ ആൻഡ് കളക്ഷൻ, ഗ്രോസ് എക്സാമിനേഷൻ, സെൽ കൗണ്ട്സ്, കെമിക്കൽ എക്സാമിനേഷൻ ആൻഡ് ബാക്ടീരിയോളജിക് എക്സാമിനേഷൻ. ദെൻ ആംനിയോട്ടിക് ഫ്ലൂയിഡ് നോക്കുക. ഓരോ സാമ്പിൾസ്, ഓരോ സ്പെസിമെൻസ് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഒറിജിൻ, കളക്ഷൻ, കമ്പോസിഷൻ ആൻഡ് റൂട്ടീൻ അനാലിസിസ് ഓഫ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്, കളക്ഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് സൈനോവിയൽ ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്, പെരികാർഡിയൽ ഫ്ലൂയിഡ് ആൻഡ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, collection of urine, timed urine specimens, urine preservatives, basic concepts and definitions of automation in the clinical laboratory, multifunction workstations, automated specimen processing, total laboratory automation systems, post-assay processing, signal processing, data handling and process control, instrument clusters, microtiter plate systems, automated pipetting stations. Then clinical enzymology,
Principles of diagnostic enzymology, factors affecting enzymes levels in blood, principal, assay and clinical significance of transaminases, creatine kinase, lactate dehydrogenase, phosphatases, 5' nucleotidase, gamma glutamyl transferase, amylase, lipase, trypsin, chymotrypsin, choline esterase, glutamate dehydrogenase and glucose 6-phosphate dehydrogenase. Enzyme pattern in diseases, myocardial infarction, hepatobiliary diseases. Then organ function test and related disorders നോക്കുക. liver function test and related disorders, jaundice, cirrhosis, hepatitis, fatty liver and gallstones. Renal function test and related disorders, acute renal failure, glomerular disease, tubular disease, analysis of urinary calculi, gastric and pancreatic function tests, hyper and hypolipoproteinemias and diagnostic tests for lipoprotein disorders, atherosclerosis, diabetes, cancer, inflammatory arthritis, obesity risk factors, molecular pathogenesis, biochemical and clinical features, diagnosis, treatment. അഞ്ചാമത്തെ ഭാഗം മോളിക്കുലാർ എൻഡോക്രൈനോളജിയാണ്. 15 മാർക്കിന്. ഇതുവരെ നോക്കിയതൊക്കെ 20 മാർക്കായിരുന്നു. ആ ഒരു ക്വാളിറ്റി അഷുറൻസ് മാത്രമേ 15 മാർക്കിനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി പറയുന്ന ഈ മോളിക്കുലാർ എൻഡോക്രൈനോളജിയും 15 മാർക്കിനാണ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസ്, ഓവർവ്യൂ ഓഫ് സർക്കുലേഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് ഡിഗ്രഡേഷൻ, ടാർഗറ്റ് ടിഷ്യൂ ഫീഡ്ബാക്ക് കൺട്രോൾ, ഹോർമോൺ റിസപ്റ്റേഴ്സ്, ജനറൽ ഫീച്ചേഴ്സ്, സ്ട്രക്ചർ ആൻഡ് റെഗുലേഷൻ, മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ, സിന്തസിസ്, സെക്രീഷൻ, ട്രാൻസ്പോർട്ട്, മെറ്റബോളിക് ഫേറ്റ്, ബയോളജിക്കൽ ആക്ഷൻസ്, mechanism of action, functions and regulation of hormones secreted by the hypothalamus and pituitary, thyroid, pancreas, adrenal and gastrointestinal hormones, endocrine disorders and their detection methods, thyroid function tests, hormones and human health. ഇനി ലാസ്റ്റ് പോർഷൻ, ആറാമത്തെ ഭാഗം ഫാർമക്കോളജിയാണ്. 10 മാർക്കേ ഉള്ളൂ. Introduction to pharmacology, sources of drugs, classification of drugs based on sources, dosage forms, route of administration, site of action of drugs, mechanism of action, concept of receptors, combined effect of drugs, factors modifying drug action, dose response curve ED50 and LD50. Then pharmacokinetics, absorption and distribution of drugs, importance of drug protein interaction, drug metabolism, chemical pathway of drug metabolism, phase 1 and phase 2 reactions, role of cytochrome P450, non-microsomal reactions of drug metabolism, drug metabolizing enzymes, drug elimination of liver and kidney. ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് കൺവെൻഷണൽ ചോദ്യങ്ങളും വരാം, അതുപോലെ റീസെൻറ്റ് ട്രെൻഡ്സ് ഒക്കെ റിസർച്ചും കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ വരാം. Then clinical toxicology, definition, classification of toxicity, occupational, environmental and pharmaceutical, types of toxins and their mechanism of action, factors affecting toxicity, drug tolerance, intolerance, addiction, allergy, hypersensitivity, antagonism and synergism, methods of detection, drug abuses and their biological effects, clinical symptoms of toxicity and marker parameters. ഓരോ മാർക്കേഴ്സും ക്ലിനിക്കൽ മാർക്കേഴ്സും നോക്കി വയ്ക്കാം. അതിൻ്റെ ഏത് ടൈപ്പ് മാർക്കേഴ്സാണ്, അത് എന്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ അസേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം ഒന്ന് നോക്കി വയ്ക്കാം. ഇത്രയാണ് നമ്മുടെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബയോകെമിസ്ട്രിയുടെ സിലബസ് വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് റെഫറൻസ് തന്നെ നോക്കുക. സ്വയം പഠിക്കുന്നവരാണെങ്കിൽ സ്റ്റാൻഡേർഡ് റെഫറൻസ് തന്നെ നോക്കി പഠിക്കുക. വളരെ കുറച്ച് പേർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളവർ എത്രയാണെന്നുള്ളത് ഇനിയും നമ്പർ താഴോട്ട് വരും. സോ പഠിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക. നല്ല റെഫറൻസ് ബുക്സ് നോക്കുക. ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ നോക്കുക. ജൂലൈയിലാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.